എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വ്യക്തികളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനായിട്ട് അവരുടെ ശരീരഭാഷ കൊണ്ടും അല്ലെ അവരുടെ പെരുമാറ്റ രീതി കൊണ്ടും ഒക്കെ തിരിച്ചറിയാനുള്ള 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതേ വിഷയം തന്നെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പറയാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നാമതായിട്ട് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, സന്തോഷം അത് അടക്കി നിർത്താനാവില്ല, മറച്ചു പിടിക്കാനാവില്ല. നമ്മളെ കാണുമ്പോൾ അത് അണപൊട്ടി പുറത്തു വരുമെന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ചിലവർ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് വളരെ സന്തോഷത്തോടുകൂടി, വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി, വളരെ ത്രില്ലോടുകൂടി നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം മറച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോഴേ അവർക്കുണ്ടാകുന്ന വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ്, വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവർ പുറമേ പ്രകടിപ്പിക്കുന്നു. എന്നാൽ നമ്മളെ കാണുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക്, നമ്മളെ കാണുമ്പോൾ തന്നെ ചിലർ വഴിമാറി പോകുന്നതാണ്, അല്ലെ അവർക്ക് വലിയ ഇഷ്ടം തോന്നാത്തതുകൊണ്ട് അവർ ഇനിയിപ്പോൾ നമ്മളോട് സംസാരിച്ചാൽ പോലും ഒട്ടും ആക്റ്റീവ് ആയിരിക്കത്തില്ല, വളരെ ചതഞ്ഞെന്ന് പറഞ്ഞിട്ട് വളരെ നിർവികാരതയോട് കൂടിയായിരിക്കും അവർ സംസാരിക്കുക. പക്ഷെ നമ്മളെ ഇഷ്ടമുള്ളവരോ ഭയങ്കര ഇമോഷണലായിട്ട് വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി, വളരെയധികം ത്രില്ലോടുകൂടി നമ്മളോട് സംസാരിക്കും. അത് ഒരു ദിവസത്തിൽ ഇനി 4-5 തവണ നമ്മളെ കണ്ടാലും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളെ കണ്ടാലും ആ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും പോകത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ ഒരു സന്തോഷ ഫീലിംഗ്, ആ ഒരു ഉത്സാഹം അവർക്കത് മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ പൊട്ടി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ അവരെ ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഓക്കെ പരസ്പരം യാത്ര പറഞ്ഞ് പിരിയുകയാണ്, ഓക്കെ ഇനി പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിയുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതേ ഷോപ്പിൽ തന്നെ വേറെ ഒരു മൂലയ്ക്ക് വെച്ച് നിങ്ങൾ അവരെ വീണ്ടും കാണുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇതുവരെ പോയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. വീണ്ടും എക്സൈറ്റ്മെൻറ്റ്, സന്തോഷവും ആ നിർവൃതിയും ഉത്സാഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാലോ അപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീരുന്നില്ല. നിങ്ങൾ ഈ വഴിക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരം തുടങ്ങും. അപ്പോൾ അങ്ങനെ എത്ര പ്രാവശ്യം കൊണ്ടായാലും അടുക്കുന്നില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഉത്സാഹമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവർ നമ്മളൊക്കെ മനസ്സിൽ അവർ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നില്ല ഒരിക്കലും ഈ രീതിയിൽ പെരുമാറാൻ ആർക്കും പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് ആ രീതിയിൽ അഭിനയിക്കാനും ആവില്ല. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, അവരുടെ സംസാര ശൈലി നമ്മളോട് ഇഷ്ടമില്ലാത്തവരുടെ കഴിഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. അതായത് ഇവരുടെ സംസാര ശൈലി എപ്പോഴും വളരെ എനർജറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എനർജി ലെവൽ വളരെയധികം ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെ കാണുമ്പോൾ അവർ വളരെയധികം ടോക്കേറ്റീവ് ആവും. അപ്പോൾ അത്രമാത്രം ടോക്കേറ്റീവ് അല്ലാത്ത ആളുകൾ പോലും വല്ലാത്ത വായാടികളെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അതുമല്ല, അവർ പോലും അറിയാതെ തമാശകൾ ഒത്തിരി അവരുടെ സംസാരത്തിൽ കടന്നുകൂടും. അവരിപ്പോൾ വലിയ തമാശ പറയുന്നവരല്ലെങ്കിൽ പോലും നമ്മളെ രസിപ്പിക്കാനായിട്ട്, നമ്മളുമായിട്ടുള്ള ആ ഒരു സംസാരം ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്, അല്ലെ അവരോടുള്ള സംസാരം നമ്മൾ നിർത്താതിരിക്കാൻ, വീണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അവർ ഈ സംസാരം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തമാശകൾ പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ആ രീതിയിൽ വളരെ കുസൃതി നിറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും അവർ മറുപടി തരുന്നത്. അപ്പോൾ നമുക്കും അത് കേൾക്കാൻ ഭയങ്കര രസം, അവർക്കും അത് കേൾക്കാൻ ഭയങ്കര രസം. അങ്ങനെ ആ സംസാരം നമുക്ക് തുടർന്നുകൊണ്ട് പോകാനും വളരെയധികം ഉത്സാഹമായിരിക്കും. കാരണം അവരുടെ ആ ഒരു സംസാര ശൈലി മുഴുവൻ വളരെയധികം ഉത്സാഹം നിറഞ്ഞായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. ആ ഒരു എനർജി ലെവൽ വളരെയധികം ഹൈ ആയിരിക്കും. അല്ലാതെ അവാർഡ് സിനിമയെ പോലെ നീ വന്നോ, എവിടെ പോവുക, ഈ രീതിയിലൊക്കെ സംസാരിച്ച് നമുക്കറിയാം നമ്മളോട് ഒരു താല്പര്യവും ഇല്ലെന്ന്. അപ്പോൾ അത്ര നിർവികാരമായിട്ടായിരിക്കത്തില്ല അവരുടെ എല്ലാ ഒരു എക്സ്പ്രഷൻസും ഫീലിങ്സും എല്ലാം അവർക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഫീലിങ്സും ആ ഒരു സംസാരത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കും. അവരുടെ ആ ഒരു സംസാര ശൈലി ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഇനി മൂന്നാമായിട്ട് അവർ നിങ്ങളെ എപ്പോഴും പുഞ്ചിരിച്ച് കാണിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുമ്പോഴൊക്കെ നിങ്ങളെ പുഞ്ചിരിച്ച് കാണിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളെ നോക്കുമ്പോഴൊക്കെ നിങ്ങളെ പുഞ്ചിരിച്ച് കാണിക്കും. അപ്പോൾ ഈ പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മളോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. ആ പുഞ്ചിരിയിൽ ഒരു നിഷ്കളങ്കതയും ഒരു സൗഹൃദവും ഒരു ഇഷ്ടവും എല്ലാം തുളുമ്പി നിൽക്കുന്നത് കാണാം. വെറുതെ ഇങ്ങനെ ഇളിച്ച് കാണിക്കുകയല്ല. ഇപ്പോൾ ചിലവരിങ്ങനെ പ്ലാസ്റ്റിക് പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കും, അവർക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ ചിരിക്കണ്ടേ എന്നോർത്ത് ചിരിക്കുന്ന ചിരിയുണ്ട്. അതൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ച് കാണിക്കുന്നവരുടെ കണ്ണുകളിലും ആ ഒരു ചിരി പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ കണ്ണുകൾ കൊണ്ടും മുഖം കൊണ്ട് മുഴുവനും എക്സ്പ്രസ് ചെയ്ത് അവരുടെ ബോഡിയിലും എല്ലാം ആ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ശരീരം മുഴുവനും കൊണ്ടുമായിരിക്കും അവർ ചിരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പുഞ്ചിരി നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം നമ്മളെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്കിങ്ങനെ ഒരു സ്വിച്ചിട്ട ലൈറ്റ് പോലെയാണ്, സ്വിച്ച് ഇടുമ്പോഴേ ലൈറ്റ് കത്തുന്ന പോലെ നമ്മളെ കാണുമ്പോഴേ അവരിലേക്ക് ഒരു എനർജി പ്രവാഹം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു എനർജി പ്രവാഹമാണ് ഈ സ്വിച്ചിട്ട ലൈറ്റ് പോലെ അവരുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു
വൈബ്രേഷൻ, നമ്മളെ കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീല്, ആ ഒരു പോസിറ്റീവ് കണക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെല്ലാവരും നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇനി നാലാമത്തെ നമ്മളെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവർ കുറച്ച് എക്സ്ട്രാ ഫ്രീഡം എടുക്കുന്ന പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീഡം എടുത്ത് നമ്മുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവർ യാതൊരു മാസ്കും ഇല്ലാതെ, യാതൊരു കപടതകളും ഇല്ലാതെ, യാതൊരു പൊയ്മുഖങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒട്ടും ഫോർമൽ അല്ലാതെ വളരെ കാഷ്വലായിട്ട് പെരുമാറുന്നത് കാണാം, വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് പെരുമാറുന്നത് കാണാം, അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പെരുമാറുന്നത് കാണാം. പലപ്പോഴും നമ്മളൊക്കെ ഒരു സോഷ്യൽ മാസ്ക് അണിഞ്ഞാണ് പലരുടെയും മുമ്പിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയ നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാരാണെന്നൊക്കെ കാണിക്കാനായിട്ട് ചില പൊയ്മുഖങ്ങളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരുപാട് അധികം ഫ്രീഡം എടുക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് അത്രയധികം കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ അവരായി തന്നെ ബിഹേവ് ചെയ്യുന്നു, ഒരു മാസ്കും ഇല്ലാതെ. ചിലപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ അവർ പെരുമാറിയെന്നിരിക്കുക, അവർ വായി തോന്നുന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞെന്നിരിക്കുക. അപ്പോൾ അവിടെ ഒന്നും അവരൊരു സ്റ്റാൻഡേർഡോ ഫോർമാലിറ്റി ഒന്നും നോക്കുന്നില്ല. കാരണം എന്താണ്, വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ നമ്മുടെ കൂട്ടത്തിൽ പെരുമാറുന്നു. കാരണം നമ്മുടെ അടുത്ത് അവർ അത്രയും കംഫർട്ടബിളാണ്. അതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് നമ്മളോട് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെക്കുറിച്ച് മോശമായി വിചാരിക്കും എന്നൊരു ധാരണ അവർക്കില്ല. നമ്മൾ അവരെക്കുറിച്ച് നല്ലത് മാത്രമേ, അവരെങ്ങനെ ബിഹേവ് ചെയ്താലും അവരെ ഇഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത്ര സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ ഈ രീതിയിലൊക്കെ നമ്മളോട് പെരുമാറുന്നത്. ഇനി അഞ്ചാമായിട്ട്, നിങ്ങളോട് ഇഷ്ടമുള്ളവർ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫോൺ വിളിക്കാൻ, മെസ്സേജ് വിടാൻ, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ഒക്കെ അവരായിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ പല സ്നേഹബന്ധങ്ങളിലും പലപ്പോഴും ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ സ്നേഹിക്കുമ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടികൾ പലപ്പോഴും ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത് കാണാറില്ല. അതായത് അവർക്ക് അത്ര അധികം സ്നേഹമോ താല്പര്യമോ ഈ പറഞ്ഞ പുരുഷനോട്, ബോയ് ഫ്രണ്ടിനോട് ഇല്ലാത്തപ്പോഴാണ് അവരങ്ങനെ മുൻകൈ എടുക്കാത്തത്. അവർക്കൂടെ ഇഷ്ടമുള്ള ഒരു ബന്ധമാണെങ്കിൽ അവരും തീർച്ചയായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യത്തില്ല, അവരിങ്ങോട്ട് മെസ്സേജ് അയക്കും. അല്ല, നിങ്ങൾ വിളിച്ചില്ല അവരിങ്ങോട്ട് വിളിക്കും. അല്ല, അവരെപ്പോഴും ഇങ്ങനെ നിങ്ങൾ എവിടെയാണെന്നൊക്കെ അറിയാൻ അവർക്ക് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിനും അവർ ഇനിഷ്യേറ്റീവ് എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കാണാൻ സമയമില്ലെന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്, അവർ തന്നെ നമ്മളെ കാണണമെന്ന് പറഞ്ഞ് വരും. അപ്പോൾ എന്ത് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അത്രമാത്രം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, എഫോർട്ട് എടുക്കുന്നു, നമ്മുടെ ആ ഒരു ബന്ധത്തിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ കാണാനും മിണ്ടാനും ഫോൺ വിളിക്കാനും മെസ്സേജ് വിടാനും എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്, എല്ലാത്തിനും അവർ മുൻകൈ എടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോട് ആ ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ആറാമായിട്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരൊരു പ്രിവിലേജ് ആയിട്ട് കാണും എന്നുള്ളതാണ്. അതായത് ഒരു ആനുകൂല്യമായിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യാവോ അത്രത്തോളം അവർക്ക് താല്പര്യമാണ്, ഉത്സാഹമാണ്, ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമയം കഴിഞ്ഞു പോകരുതേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അവരതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. കാരണം നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കുന്ന അവർക്ക് അത്ര സന്തോഷമുള്ള കാര്യമാണ്, അത്രയ്ക്ക് പോസിറ്റീവ് ഫീൽ തരുന്ന, അത്രയ്ക്ക് ഒരു റീചാർജ് ചെയ്യപ്പെടുന്ന അനുഭവമാണ്. നമ്മൾ ഫോണൊക്കെ ബാറ്ററി കുത്തിവെച്ച് അല്ലെങ്കിൽ സോക്കറ്റ് കുത്തിവെച്ച് റീചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവർക്കും ഒരു എനർജി കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലായിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്ന സമയങ്ങളൊക്കെ അവർ വളരെയധികം വാല്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു പ്രയോറിറ്റി അവർ തരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അവർക്ക് നമ്മുടെ കൂട്ടത്തിലായിരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ടാണ്, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിൽ യാതൊരു പരാതിയില്ല. എത്ര പ്രാവശ്യം ഇപ്പം നമ്മളുടെ സംസാരമൊക്കെ എത്ര നീണ്ടുപോയാലും അവർക്ക് ഒരു പരാതിയില്ല, അവർക്ക് അത് സന്തോഷമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളവിടെ ആരെ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഏഴാമായിട്ട്, നമ്മൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അവർ അത് ചെയ്തു തരും എന്നുള്ളതാണ്. ഉടനടി ചെയ്തു തരും. അവർ യാതൊരു തടസ്സവും പറയത്തില്ല, അയ്യോ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ പിന്നെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടാവുകൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല, അങ്ങനെ ഒരു തടസ്സവാദം അവർ ഉന്നയിക്കത്തില്ല. അത് കേട്ട വഴി കേൾക്കാത്ത വഴി അത് ഇപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്തു തരും. ഇനി അവർക്ക് സമയമില്ലെങ്കിലും അവരെങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മളോട് ആ ഒരു സ്നേഹത്തോട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചോദിച്ചില്ലെങ്കിലും അവർ കണ്ടറിഞ്ഞൊക്കെ ഇത് ചെയ്തു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും അവർക്ക് നമ്മളെ ഉള്ളുകൊണ്ട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളും വളരെ മച്ചുറായിട്ടുള്ള രീതിയിൽ നമുക്കൊരു സ്നേഹബന്ധമൊക്കെ തുടങ്ങാനുള്ള എലിജിബിലിറ്റികളുണ്ട്, ഒരു യോഗ്യതയുണ്ട്. അതുള്ളവർ മാത്രമേ, പ്രായവും പക്വതയും ജോലിയും കൂലി ഒക്കെ ഉള്ളവർ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു സ്നേഹബന്ധത്തിനുമൊക്കെ തയ്യാറായി പോകാവുള്ളൂ. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് ഒരിക്കലും സ്റ്റുഡൻസ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാത്തവർ, അങ്ങനെയുള്ളവരാരും ഈ പറഞ്ഞ പോലെ സ്നേഹബന്ധത്തിൻ്റെ പുറകെ സയൻസ് കാണുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയേക്കരുത്. പലരും എന്നോട് സംശയം ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, അവർക്ക് ആർക്കും ഞാൻ മറുപടി കൊടുക്കത്തില്ല. കൊടുത്താൽ തന്നെ നല്ല ഉപദേശങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ അവർക്ക് സ്നേഹിക്കാൻ പോകേണ്ട ഒരു പ്രായമല്ല. അവർക്ക് നന്നായിട്ട് പഠിക്കുക, നല്ലൊരു കരിയർ കണ്ടെത്തുക, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരുടെ ജീവിതം സ്റ്റഡിയാക്കുക, അവരുടെ ലൈഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് അവിടെ ഒരു പ്രയോറിറ്റി. അവിടെ സ്നേഹിക്കാൻ പോക്കല്ല പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആരും ഒരു 21 വയസ്സ് താഴെയുള്ള ആരും യാതൊരു സംശയം ചോദിച്ചേക്കരുത്. അതിനൊന്നും നമ്മൾ അങ്ങനെ മറുപടി കൊടുക്കുന്നതല്ല. അങ്ങനത്തെയുള്ള ബാലിശമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.